ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ ദിവസമായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിലിടാറില്ല, റീൽസിലിടാറില്ല. വേറെ ഒന്നുമല്ല, മുന്നേ കണ്ണിന് അലർജി വന്ന കാരണം കൊണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഇട്ടില്ല. അപ്പോൾ ഒന്ന് റീൽസിലിടാന്ന് ചോദിച്ചാന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ റീൽസ് ഇടുമ്പോൾ കുറേ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിരുന്നു. അതിപ്പോൾ കുറച്ച് കുറവുണ്ട്. പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു അതിന് ഒത്തിരി സമാധാനമുണ്ട്. അപ്പോൾ പിന്നെ തോന്നി ഒന്ന് രണ്ട് റീൽസ് ഇടാം. ഇന്നത്തെ വിഷയം വേറെ ഒന്നുമില്ല. ഇന്ന് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയാലും ചില സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് പറയല്ലേ, അതുപോലത്തെ അവസ്ഥയാണ്. വീട്ടമ്മമാർക്ക് സ്വാതന്ത്ര്യം, എന്നും അടുക്കളപ്പണി. രാവിലെ എണീക്കുന്നു, ഒരു ട്രിപ്പ് വെക്കുന്നു, പാത്രം കഴുകുന്നു, വീടിനടിച്ചു വരുന്നു, വീണ്ടും വെക്കുന്നു, വീണ്ടും പാത്രം കഴുകുന്നു. അതൊക്കെ തന്നെ. ആ ഒരു കലാപരിപാടിക്ക് ഇന്ന് വരെ സ്വാതന്ത്ര്യം കിട്ടില്ല. പിന്നെ ഇന്നിപ്പോൾ പിള്ളേർ താഴെ നന്നായി കളിയാണ്. അപ്പോൾ വിശക്കും. ഒരു ട്രിപ്പ് കഴിച്ചിട്ടൊക്കെ പോയി. ഞാൻ അടുത്ത ട്രിപ്പ് വരുമ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഇന്ന് ലേറ്റായി എല്ലാവരും കഴിയാൻ. അപ്പോൾ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്തായാലും എന്നെപ്പോലെ തന്നെ കുറേ ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിരിക്കുന്ന കുറേ ലേഡീസ് ഉണ്ടാവില്ലേ. കുറച്ച് വീട്ടിലൊക്കെ ആണെങ്കിൽ വീട് നാട് ഒക്കെയുള്ള ആൾക്കാർക്ക് കുറച്ച് നേരം പോക്കണം. ഞാനും ഓണത്തിൻ്റെ റീൽസും ഓണത്തിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ആ ഒരു 80-90 കാലഘട്ടത്തിൽ ഈ ശരം യൂട്യൂബും ഫേസ്ബുക്കും മാത്രമേ വലിയ ഇതില്ലാത്ത കാരണം നമുക്ക് അന്നത്തെ കാലത്ത് ഒന്നും ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഓണം വരുമ്പോൾ പൂക്കൾ ആ ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും നമുക്ക് എത്ര ഇല്ലല്ലോ. ഇപ്പോൾ ഒന്നും വല്ല ട്രെൻഡല്ലേ ആ സെറ്റുമുണ്ട്, ഈ സെറ്റുമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റുമുണ്ട്. പിന്നെ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. പിന്നെ നമ്മളെപ്പോലെ ഒരേ ഇപ്പോൾ ചില ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ നാട്ടിലൊക്കെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ പോവാം, ഇവിടെ പോവാടി എന്നൊക്കെ പറഞ്ഞ് പോവാന്നുള്ളവർ. ഇവിടെ എന്ന് പറഞ്ഞാൽ തിന്നുന്നു കിടക്കുന്നു, ടി വി കാണുന്നു. എനിക്ക് മടുത്തതിനുള്ളിൽ എന്നിട്ട് ബോറടിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബോറടിക്കും. പിന്നെ ഇവിടേക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങാന്ന് വെച്ചാൽ പിള്ളേരായിട്ട് എളുപ്പമല്ല പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ. അവന്മാർ ഒന്നത് വിളിച്ചാലും കൂട്ടാക്കില്ല. ഞാൻ വിളിച്ചാൽ തന്നെ കൊണ്ടുപോയാൽ തന്നെ 100 രൂപയ്ക്ക് 1000 രൂപ ചിലവാണ്. അപ്പോൾ അതിന് മിണ്ടാതെ ഇവിടെ ഇരിക്കാൻ തോന്നും. അപ്പം ഞാനിങ്ങനെ ചെന്ന് വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബോറടിച്ചു. 2 ദിവസമൊക്കെ എങ്ങനെയും മിണ്ടാം. ഞാനും 2 ദിവസം അങ്ങനെ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്നൊക്കെ. പിന്നെ എൻ്റെ ഈ ഫോൺ വെക്കണ ഈ സ്റ്റാൻഡ് അതൊന്ന് പൊട്ടി. അപ്പോൾ അത് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചാൽ ചിലപ്പോൾ അതിങ്ങനെ ആടും. അപ്പോൾ അതിങ്ങനെ കൊണ്ടു നടക്കാനൊന്നും ഇപ്പോൾ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡിലാണ് നിർത്തിയേക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ ലേഡീസ് ഇങ്ങനെ പറയുമ്പോൾ ചിലതൊക്കെ നല്ല കാര്യമുണ്ട് കേട്ടോ. നമുക്ക് ചില സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. സന്തോഷം ഉണ്ടോയെന്ന് വെച്ചാൽ സന്തോഷം എല്ലാം ഉണ്ടോയെന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് മറ്റുള്ളവരെ കണ്ണിൽ. പക്ഷേ ഉള്ളിൽ ഹാപ്പിയാണെന്ന് വെച്ചാൽ ഒന്നുമില്ല. അങ്ങനത്തെ ഒരവസ്ഥ. വെറുതെ ഒരു മരം പോലെ ജീവിക്കുന്നത്. ഇതിനുമ്പോൾ അത് കല്യാണം കഴിക്കാണ്ട് ജീവിച്ചാൽ മതിയെന്ന് തോന്നും. വെച്ചാൽ ഇഷ്ടമുള്ളടത്തേക്ക് പോവാം, ഭക്ഷണം കഴിക്കാൻ പോവാം, ആടാം പാടാം എന്ന്. ഇത് ഒരുതരം കയറിൽ കെട്ടിയിട്ട പോലത്തെ ഒരവസ്ഥ. അപ്പം ഇന്നത്തൊക്കെ ചെറിയ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിനൊരു മോചനം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല. അതിനനുസരിച്ച് ആണുങ്ങളോട്ട് മാറിയില്ല. അവർക്ക് നേരം പോക്കാവാം. അവർക്കിപ്പോൾ നേരം പോക്കിന് എവിടെ പോവാം, കാശുണ്ടോ, എൻ്റെ കാശ്, ഞാൻ ജോലി ചെയ്ത കാശ്, എൻ്റെ ശമ്പളം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല മുട്ടുമ്പോൾ നിർത്തണ പോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവർക്ക് ഇങ്ങോട്ട് പോവാം. നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കാശ്, ഞാൻ പോവും, എൻ്റെ കാറ്, അതൊക്കെ പറഞ്ഞിട്ട് പോലെ. അപ്പം അങ്ങനെയുള്ള കുറേ ഞാൻ അത് പറഞ്ഞില്ലേ, കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ലേഡീസിൻ്റെ അങ്ങനെ പറയണത് അവരും വേറെ ആൾക്കാരോട് പറയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യം നമുക്ക് നല്ല രീതിയിൽ ആ സ്വാതന്ത്ര്യമല്ല വെച്ചത്. ലേഡീസിനൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. പിന്നെ സ്വാതന്ത്ര്യം എടുക്കണമെങ്കിൽ പിന്നെ കാര്യമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ മക്കൾ ഭർത്താവൊന്നും ഒന്നും വേണ്ടാണ്ട് കണ്ണടച്ചോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ പിന്നെ സ്വാതന്ത്ര്യം കിട്ടി. ഇതങ്ങനെ ചെയ്യാൻ മനസ്സില്ലാത്ത കാരണം കൊണ്ട് ഉള്ള കുറേ ലേഡീസ് ഉണ്ടാവില്ലേ, അവർക്കാണ് ഈ ഒരു പ്രോബ്ലംസൊക്കെ ഉള്ളത്. അതേപോലെ
അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. വെറുതെ തിന്നുന്നു, പണിയെടുക്കുന്നു, രാവിലെ ആവുന്നു, നേരം വിളിക്കുന്നു, പിന്നെ അടിച്ചു വരുന്നു, ബാത്റൂം കഴുകുന്നു, പിന്നെ ആരൊക്കെ കുണ്ടി എന്താ പറയുക അപ്പി കഴുകണമെങ്കിൽ അത് കഴുകുന്നു, വെക്കുന്നു, തിളയ്ക്കുന്നു. പിന്നെ എൻ്റെ പുറകിൽ നോക്കിയാൽ കാണാൻ കുറേ തുണി കിടക്കുന്നുണ്ട് മടക്കി വയ്ക്കാൻ. അത് മടക്കി വയ്ക്കണ്ടേ എന്നുള്ള ആലോചിച്ചിട്ടുള്ള വിഷമത്തിലാണ് ഞാനിരിക്കുന്നത്. മടക്കി വയ്ക്കണം, തുടങ്ങണം എന്നുള്ളത്. മടക്കി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല, 2 മിനിറ്റ് കഴിയും. എന്നാലും അതൊക്കെ തന്നെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ബൈ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അയൽപക്കത്തെ കുട്ടിയാണ്, എൻ്റെ മോമ. ഹായ്, എല്ലാവർക്കും നമസ്കാരം പറയും. ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയാൻ പോണത്? കുട്ടിപ്പട്ടാളങ്ങൾ ഒരു 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 ആൾക്കാർ കുറച്ച് പോയി. ഇത് അപ്പുറത്താണ്. അപ്പം പിന്നെ ഞാനും ഇവിടെ തനിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വെറുതെ ഒരു വീഡിയോ ഇടാം. വേറെ പറയാനൊന്നും ഫുഡ് കുറച്ച് റൈസ് ഉണ്ടാക്കി, ചിക്കൻ, അത്രയൊക്കെ തന്നെ ഉള്ളതെന്ന്. അച്ഛൻ ടൂറ് പോയി. അപ്പോൾ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പം എന്താ ഇന്നങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വൈകിട്ട് എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ ഈ കുട്ടിപ്പട്ടാളത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കയ്യിൽ കാശൊക്കെ ചിലവോ, അല്ലാതെ എന്താ പറയാ സൗണ്ട് കുറയ്ക്കാൻ പോവും. ഇവരുടെ പാട്ട് ഞാൻ ബാക്കി വ്ളോഗ് വൈകുന്നേരം ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ വ്ളോഗിൻ്റെ ബാക്കിയാണ്. ഇവിടെ ഭയങ്കര പഠിക്കുകയാണ്. അതിക്ക് ഹിന്ദി എഴുതുന്നു, ആരവ് ഇംഗ്ലീഷ് സ്പെല്ലിങ് എഴുതുക. ഇപ്പോൾ എന്താ എഴുതുന്ന? അപ്പോൾ പറ. NOT എന്നാണത്? ബി അല്ല. എന്താ ഹോട്ടലിൻ്റെ സ്പെല്ലിങ് പറയേ? HOTEL. ഇനി ഇത് അപ്പം ഒരാളെ എഴുതുക. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയാൻ മാത്രമല്ല, ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പഠിക്കാതിരിക്കുകയാണ്. അപ്പം അതൊക്കെ എന്താ എഴുത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അതിക്ക് പാട്ട് പാട്. ഇന്നെന്താ ടീച്ചർ പാടുന്നത്? അതിന് ഇഷ്ടമുള്ള പാട്ട് പാട്. അത് പാട് അങ്ങനെ നോക്കി പാട്. പൂസിയുടെ പാട്ട്. Not pull her day, but push it and ask very gently we play. Okay. Now the Sandy spider paada. Sandy spider finish his web. They come and test in red. His spread his web to hold it tight and gobble it up with one big bite. Good boy. നാളെ വ്ളോഗ് ഇടുവോ? ഓക്കെ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള ആരോ വന്നിട്ടുണ്ട്.